أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൽ നാം ഏകനായ പടച്ച തമ്പുരാനെ, നമ്മുടെ സൃഷ്ടാവിനെ നാം മനസ്സിലാക്കൽ നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ആരാധനയിൽ നമുക്കൊരു ആരാധന ആവശ്യമാണ്. ഈ ആരാധ്യനായിരിക്കുക ആരായിരിക്കുക എന്ന് നമ്മൾ ചിന്തയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവൻ ഏകനായ ദൈവത്തെ വിശ്വസിക്കുക, അതായത് യഥാർത്ഥമായ ഏകനായ പടച്ച ദൈവത്തെ വിശ്വസിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും ലഭിക്കും. തൻ്റെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. കാരണം നമുക്ക് മരണമുണ്ട്. നമുക്ക് അറിയാൻ പറ്റും നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്. നമുക്ക് ജനനവും മരണവും തന്നിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾക്ക് നാം ജനനവും മരണവും എല്ലാം തന്നിരിക്കുന്നത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, ആരാണ് നല്ല പ്രവർത്തനങ്ങൾ, നല്ല ആരാധനകൾ, എന്നെ ആരാണ് സ്നേഹിക്കുന്നത്, എന്നിലേക്ക് സമർപ്പിക്കുന്നത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. നമ്മൾക്ക് വിശ്വാസപരമായി 3 ദൈവങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. ഒന്ന് ഹൈന്ദവ ദൈവങ്ങൾ, അത് ദൈവങ്ങളാണ്. പിന്നെ ത്രിത്വം എന്ന് പറയുന്നതായ ക്രിസ്ത്യാനിയുടെ 3 ദൈവങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികളായ മുസ്ലിമീങ്ങൾ. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ, അവൻ പണ്ടേ ഉള്ളവനാണ്, അവന് കൂട്ടുകാരില്ല, അവൻ മനുഷ്യനോ അതുപോലെ തന്നെ മനുഷ്യരൂപത്തിലുള്ള ആളുകളോ ഭക്ഷണം കഴിക്കുന്നവനോ ഉറങ്ങുന്നവനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണം കഴിക്കുന്നവനോ കുട്ടികളുണ്ടാകുന്നവനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതെല്ലാം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അള്ളാഹുവിന് സിഫത്തുകളുണ്ട്, വാജിബ്, മുസ്തഈൽ, ജായിസ്. അതിൽ അള്ളാഹുവിന് വരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും അത് അള്ളാഹുവിന് മാത്രമായ ഒരു സിഫത്ത് ഉണ്ട്, അത് ജായിസായ സിഫത്ത്. നിർബന്ധമായ കാര്യങ്ങൾ വാജിബായ സിഫത്താണ്, മുസ്തഈലായ സിഫത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അള്ളാഹു ഏകനായിരിക്കുക എന്നുള്ളത് അവൻ്റെ പ്രത്യേകതയാണ്. അവന് പങ്കുകാരുണ്ടാകാൻ പാടില്ല. അവൻ സൃഷ്ടാവായിരിക്കുക എന്നുള്ളത് അവൻ്റെ നിർബന്ധമാണ്. അവൻ സൃഷ്ടിയാകാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹുവിനെ കുറിച്ച് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം. ഏകദൈവ സിദ്ധാന്തവുമായി മുന്നോട്ട് പോകുന്നൊരു മതമുണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഏതൊരു കൊച്ചിനോട് ചോദിച്ചാലും അറിയാം. പക്ഷേ അത് ഉൾക്കൊള്ളുവാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ആരാണ്, ഭഗവാൻ കൃഷ്ണൻ ആരാണ്, ശിവൻ ആരാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതെല്ലാം ഭഗവാന്മാരെല്ലാം അവതാരങ്ങളാണ്, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വന്നതാണ്. യഥാർത്ഥത്തിൽ ഹൈന്ദവർ വിശ്വസിക്കേണ്ടത് പരബ്രഹ്മത്തെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ പരബ്രഹ്മത്തെയാണ് വിശ്വസിക്കേണ്ടത്. ആ പരബ്രഹ്മത്തിന് രൂപമില്ല. പിന്നെ മാമുനിമാരുടെ അവരുടെ ഒരു ഉദ്ദേശപ്രകാരമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന രീതിയിൽ 3 വ്യക്തികളെ 3 തുല്യരായ, അതായത് പരിഗണിച്ചുകൊണ്ട് 3 മഹാവിഷ്ണുവും അതുപോലെ തന്നെ ബ്രഹ്മാവും അതുപോലെ തന്നെ ആരാണ് ശിവനും കൂട്ടിയിട്ടുള്ള തീർത്ഥത്വത്തിലേക്ക് അങ്ങ് പോകുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു സങ്കല്പ ഭാവനയാണ്. കാരണം മാമുനിമാരുടെ, മഹർഷിമാരുടെ ഒരു രീതിയിലാണ്. പുരാണങ്ങളിൽ കാണാം, ഏകനായ പരബ്രഹ്മത്തെ മാത്രമാണ് ആരാധിക്കുക. ആദിയിൽ ഈ പരബ്രഹ്മം വചനമായിരുന്നുവെന്നും ഹൈന്ദവ പുരാണങ്ങളിൽ കാണാം. അതുപോലെ ബൈബിളിലും കാണാം. ഈ വചനം എന്ന് പറയുന്നത് വചനം എന്ന ഒരു വാക്കല്ല ഉദ്ദേശം, ആ സൃഷ്ടാവിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അള്ളാഹു എന്ന് പറയുന്ന ആ വചനം, യഹോവ എന്ന് പറയുന്ന വചനം, അല്ലെങ്കിൽ ദൈവം എന്നുള്ള വചനം, ഈശ്വരൻ എന്നുള്ള വചനം, ജഗതീശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് വേണ്ട സഹോദരന്മാർ. അല്ലാതെ നമ്മൾ ഈ കാണുന്നതിനെല്ലാം ആരാധിച്ച് നമ്മൾ സായുജ്യം അടയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥവുമില്ല.
അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അത് നമ്മുടെ മിഥ്യയാണത്. ആ കാണിക്കുന്നത് മിഥ്യയാണ്. ഈശോ ദൈവപുത്രനായ മിശിഹയാണെന്നാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ പറയുന്നത്. യോഹന്നാന്റെ ഈ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ആരാണെന്ന് നമ്മളൊന്ന് പഠിക്കണം. യോഹന്നാൻ പറയുന്നത് ദൈവപുത്രനായ മിശിഹയാണ് യാഥാർത്ഥ്യമെന്നാണ് യോഹന്നാൻ പറയുന്നതാണ്, യേശു പറഞ്ഞതല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നത് എന്താണ്? ആ ഒരു രീതിയിലാണ് നമുക്ക് അത് വിലയിരുത്താൻ പറ്റും. അത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ എന്നാണ് പറയുന്നത്. അതായത് ദൈവം അഭിഷേകം ചെയ്ത് അയച്ച ഒരാളാണ് എന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാന്റെ തീരുമാനമനുസരിച്ച് യോഹന്നാൻ പറയുന്നതാണ് ഏത് ഈ ദൈവം അത് അദ്ദേഹം തെരഞ്ഞെടുത്ത് അത് എവിടെ നിന്ന് കിട്ടി? ഈ അറിവ് യോഹന്നാൻ എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഈ യേശുവിനെക്കാട്ടിയും യേശു പറയാത്ത കാര്യമാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ യേശുവിനെക്കാട്ടിയും വലിയ ആളാണ് യോഹന്നാൻ എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. കാരണം ദൈവത്തിൽ നിന്നും ദൈവം അറിയിച്ചതാണല്ലോ യോഹന്നാന്. എന്നാലോചിച്ചിട്ട് നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം പറയുന്നതാണ് എന്ത്? ദൈവം അയച്ചവനാണെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്ന മിശിഹയിൽ വിശ്വസിക്കുന്ന ആളുകൾ മറ്റൊരു മിശിഹയായിട്ട് മാറും. ഇപ്പൊ ഏതൊരുത്തൻ മിശിഹായിൽ വിശ്വസിച്ചുവോ അവൻ അത് മിശിഹ ആയി, അതായത് യേശു ആയി. ഇപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശു ആകുമോ? എവിടെ യേശു ആകാനായി പറഞ്ഞത്? എന്താണ് ഈ പറയുന്നത്? അങ്ങനെ യേശു ആകാൻ പറ്റുമോ? ഈസ നബി ആരെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈസ നബി ആകാൻ ഒരാൾക്ക് സാധിക്കില്ല. ഈസ നബി ആകാൻ ആർക്ക് സാധിക്കും? പിന്നെ മറ്റൊരു യേശു ആകും, മറ്റൊരു മിശിഹ ആകും എന്ന് പറയുന്നാൽ എന്തർത്ഥമാണുള്ളത്? യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ വായിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഒരിക്കലും ആകില്ല. ആകുമെന്ന് പറഞ്ഞാൽ എവിടെയാകാനാണ്? ഈസ നബി അലൈഹിസ്സലാം യേശുക്രിസ്തു കാണിച്ചതുപോലെ അന്ധന് കാഴ്ച നൽകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വെള്ളപ്പാണ്ടുകാരനെ വെള്ളപ്പാണ്ട് മാറ്റാൻ ഇന്നേ വരെ ഒരു മനുഷ്യന് സാധിച്ചിട്ടില്ല, ഒരു സാധിക്കുകയുമില്ല. എന്തിന് അവസാനം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ ഇവിടെ പലരും ശ്രമിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് വളരെ പൊട്ടത്തരമാണ് ആ പറയുന്നത്. മിശിഹയിൽ വിശ്വസിക്കുന്ന മറ്റൊരു മിശിഹയായി മാറുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആകില്ല. ഇത് ക്രിസ്ത്യാനികൾ എതിർത്താലും വേണ്ടില്ലാത്താലും ഒരിക്കലും ആകില്ല. കാരണം അത്ര പവറുണ്ട് യേശുവിന്. എങ്ങനെ ദൈവം നൽകിയതായ അനുഗ്രഹത്തിന്റെ ആ പവർ അത് മറ്റൊരു മനുഷ്യന് നൽകിയിട്ടില്ല. അപ്പോൾ എന്താണ്? ദൈവം അയച്ചു എന്ന് പറയുന്നുണ്ട്, അത് കറക്റ്റ്, ദൈവം അയച്ചു എന്നുള്ളതാണ്. പക്ഷെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ദൈവമാക്കി അഭിഷേകം ചെയ്തല്ല, സംസ്കരിച്ചുകൊണ്ട് സമൂഹത്തെ സംസ്കരിക്കുവാനായിട്ട് പ്രത്യേകം തെരഞ്ഞെടുത്ത് അയച്ച് എല്ലാവരും അഭിഷേകം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്. അല്ലാതെ ദൈവത്തിന്റെ പദവി നൽകിക്കൊണ്ടല്ല. വിശ്വസിക്കേണ്ടതാണ് സഹോദരന്മാർ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വേള ഈ യോഹന്നാൻ പറഞ്ഞ ഈ സംഭവം മിശിഹയിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു മിശിഹയാകുമെന്ന് ബൈബിള് വളരെ വ്യക്തമായി പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ഒരു വേള ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നിത്യജീവൻ എന്ന് പറയുന്നത്, ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ, അതായത് ഈശോ മിശിഹയെ അറിയുക വഴി എന്നതാണ്, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും നിത്യജീവൻ കിട്ടില്ലേ? നിത്യമായൊരു ജീവിതം കിട്ടണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ദൈവം യഹോവ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന് നിത്യമായ ജീവിതം കിട്ടും. ആ നിത്യജീവൻ കിട്ടുകയും തന്നെ ചെയ്യും. അല്ലാതെ അത് തന്നെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ നിത്യജീവൻ ഉദ്ദേശിച്ച് യഥാർത്ഥ വിശ്വാസപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മൂപ്പര് പറയുകയാണ് യോഹന്നാൻ സുവിശേഷം. ഈ ഒരൊറ്റ വാക്കിൽ തന്നെ അവിടുത്തെ ആ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള പോരായ്മ നമുക്ക് മനസ്സിലാക്കാം. മിശിഹയിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു മിശിഹയായി മാറും എന്നത് ഒരിക്കലും മാറില്ല. പിന്നെ ആരാണ് മിശിഹ? യേശുവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 17:3 പറയുന്നത്. ഏത്? എങ്ങനെയാ? ഏകസത്യമായ അവിടത്തെയും അവൻ അയച്ച ഈശോ മിശിഹയെയും അറിയുക വഴി നിത്യജീവൻ എന്ത് ചെയ്യും? കിട്ടും എന്നാണ് പറയുന്നത്. എന്താണ് നിത്യജീവൻ? അപ്പൊ ഈശോ വ്യക്തമാക്കൂ എന്ന് പറയുന്നതായ കാര്യം ഏകസത്യ ദൈവമായ അവിടത്തെയും, അത് കറക്റ്റാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏകസത്യ ദൈവമായ അവിടത്തെയും അവൻ അയച്ച ഈശോ മിശിഹയെ അറിയുക വഴി എന്നതാണ് നിത്യജീവൻ. ഇതിനകത്ത് യേശുവിനെ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനു മുമ്പ് പറയുന്നതായ ആ ഏകസത്യ ദൈവമായ അവിടത്തെ തള്ളിക്കളയുകയാണ്. ആ ഒരു പോയിന്റ് തള്ളിക്കളയുകയാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ളതായ യഥാർത്ഥമായ യോഹന്നാൻ 17:3 പറയുന്ന എന്താണ് നിത്യജീവൻ? ഈശോ വ്യക്തമാക്കുന്നു
ഏകസത്യ ദൈവമായ അവിടത്തെയും അവൻ അയച്ചതായ ഈശോമിശിയെ അറിയുക വഴി എന്നതാണ് നിത്യം. അപ്പൊ യേശു പറയുകയാണ്, ഇപ്പൊ യേശു പറഞ്ഞതായിട്ട് പറയുകയാണെങ്കിൽ എന്നെ അയച്ച ദൈവത്തെയും അറിയുക വഴി നിത്യജീവൻ ഉണ്ടാകുന്നു. കറക്റ്റാണ്. ആ പോയിന്റിലേക്ക് നമ്മൾ വരണം. ആ പോയിന്റ് നമ്മൾ ഉൾക്കൊള്ളുക. അതായത് എന്നെ അയച്ചവനെയും, അല്ലെങ്കിൽ ആദ്യം എന്നെ അയച്ചവനെയും എന്നെയും മനസ്സിലാക്കുക വഴി നിത്യജീവൻ കിട്ടും. കറക്റ്റ്. അങ്ങനെ ഒരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയാൽ കറക്റ്റാണ്. എന്താണ് അയച്ച യേശു? ആരാണ് ഈശോ അയച്ചത്? നന്മ കൽപ്പിക്കാൻ വേണ്ടി, തിന്മ വിരോധിക്കാൻ. അതാണ് സംഭവം. അല്ലാതെ എന്നെ ദൈവമായി വിശ്വസിക്കാനല്ല പറയുന്നത്. ഈശോ ആരാണ്? ഇപ്പോഴും സംശയമാണെന്നാണ് അവിടുത്തെ ബൈബിളിൽ കൂടെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത്. അതായത് മിശിഹ എന്നും മെസഹ എന്നും പറയുന്നുണ്ട്. മിശിഹ എന്നും മെസഹ എന്നും ദൈവത്തിൻ്റെ കുഞ്ഞാടായും ദൈവത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനായും ദൈവത്തിൻ്റെ മണവാളനായും പിന്നെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നവനായും പിന്നെ മോശയുടെ പ്രവചന പാത്രമായും പിന്നെ ഇസ്രായേലിൻ്റെ രാജാവായും മനുഷ്യപുത്രനായും. എത്ര രീതിയിലുള്ള അവതരണമാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. സഹോദരന്മാർ, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായത്തിലാണ് പോകുന്നത്. എല്ലാം അങ്ങ് അംഗീകരിച്ചു. ഇസ്രായേലിന്റെ രാജാവാണെന്ന് പറയുന്നുണ്ട്. ദൈവാത്മാവ് ആവർത്തിക്കുന്നവനായും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് പറയുന്നവനായും മിശിഹ എന്നായിട്ടും മെസഹ എന്നും ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടും ദൈവത്തിന്റെ മണവാളനായിട്ടും ഒക്കെ പറയുന്നു. ഇതാണോ? എന്നാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ കുറിച്ച് ഒന്നേ പറയുന്നത് ഏകനായ ദൈവം. ഈ ഏകസത്യനായ ദൈവം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത ഒരു സൃഷ്ടാവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉറുമ്പിന് മാർഗദർശനം കൊടുത്തിട്ടുണ്ട് അല്ലാഹു. യേശുക്രിസ്തു അങ്ങനെ മാർഗദർശനം കൊടുത്തതായിട്ടൊന്നും കാണുന്നില്ല. മറ്റു ഹൈന്ദവ പുരാണങ്ങളിലെ ശിവനോ അതുപോലെ തന്നെ കൃഷ്ണനോ ഇതൊന്നും മാർഗദർശനം ജനങ്ങൾക്കോ മറ്റു ജീവികൾക്കോ മാർഗദർശനം നൽകിയതായ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഞാൻ മനുഷ്യനെ എല്ലാവരെയും ജീവജാലങ്ങളെ എല്ലാവരെയും സൃഷ്ടിക്കുകയും അതിന് പ്രത്യേക മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് ദൈവം. നമ്മൾ അറിയുന്നില്ല. നമ്മൾ വീഡിയോയിലെല്ലാം കാണുന്നതാണ്. ഒരു കോഴി മഴ വന്നാൽ അതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നു. ഇതിന് ബോധനം നൽകിയത്, ഇതിന് മാർഗദർശനം ഇതെന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രമാത്രം അത് പ്രകടിപ്പിക്കുന്നുള്ള ആ ഒരു മനസ്സ് കൊടുത്തത് ഈ പടച്ച തമ്പുരാനാണ്, നമ്മുടെ എല്ലാ സൃഷ്ടാവാണ് സഹോദര. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് അപകടം വരുമ്പോൾ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിന് മാർഗദർശനം നൽകിയത് ആരാണ്? ഒരു മാതാവിൻ്റെ ഒരു സ്നേഹം, അത് പൂച്ചക്കുഞ്ഞാകട്ടെ, പട്ടിക്കുഞ്ഞാകട്ടെ, കടുവയാകട്ടെ, സിംഹമാകട്ടെ, കുരങ്ങാകട്ടെ, ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? അതിൽ നിന്ന് നന്മയും തിന്മയും നമുക്ക് കാണാൻ പറ്റും. നന്മയുടെ ഭാഗങ്ങൾ മാത്രം എടുത്താൽ നമ്മൾ വിജയിച്ചു. ഒരു മനുഷ്യന് രക്ഷപ്പെടാനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതായ പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷപ്പെടാം. അതിൽ വരുന്ന നന്മകളെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാസ്റ്റർ, ഒരു സ്ത്രീ ഒരു മരിച്ച ഒരു സാധനത്തിന് മരിച്ചൊരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദ നെയിം ഓഫ് ദ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാറുന്നത് കണ്ട്. പക്ഷെ മരിച്ചുപോയ ഒരു വ്യക്തിയെ വേറൊരു വിശിഹയാകുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്നാൽ യേശു അചഞ്ചലമായി വിശ്വസിക്കുന്ന ദി ഗോഡ് ഓഫ് ദ യേശു ജീസസ് എന്നൊക്കെ പറഞ്ഞു കൊടുന്ന് കാറുന്ന ആ സ്ത്രീക്ക് എന്തുകൊണ്ട് മറ്റൊരു മിശിഹയാകാൻ പറ്റിയില്ല? നമ്മളതൊക്കെ ചിന്തിക്കണം സഹോദരൻ. ഒരിക്കലും മറ്റൊരു മിശിഹയാകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുക. ഈശോ യഥാർത്ഥത്തിൽ ഈസ നബി എന്ന് പറയുന്നത്, ഈ ഈസ നബിയെ വിശ്വസിക്കൽ നല്ലത് തന്നെ. എങ്ങനെയാണ് ഈസാ നബി അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ പ്രിയമുള്ളവരെ നമ്മൾ വിജയിച്ചു. ആരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അവർ വിജയിച്ചു. മത്തായി സുവിശേഷത്തിൽ കാണാൻ പറ്റും, എനിക്ക് ശേഷം ഒരാൾ വരാനുണ്ട്, അവൻ എൻ്റെ പാത നയിക്കും, അവൻ എന്നെക്കാട്ടിയും അവൻ്റെ ചെരുപ്പെടുക്കാൻ പോലും ഞാൻ അർഹനല്ല എന്ന് പറയുമ്പോൾ അത് യോഹന്നാനെ കുറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. കാരണം പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും അള്ളാഹു കൊടുത്തിട്ടില്ല. കാരണം ഈസ നബി അലൈഹിസ്സലാമിന് അറിയാം
തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് എന്ന് പേരുള്ളതായ ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകനെ അനുധാവനം ചെയ്യണമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അത് നിങ്ങൾ അറിയുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പ്രവാചകൻ കാലഘട്ടത്തിൽ എന്റെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി വേറൊരാൾ വരും, അവന്റെ ചെരുപ്പെടുക്കുവാൻ പോലും എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താഴ്ന്നതല്ല എന്നല്ല, അത്രയധികം പദവി പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എന്നാൽ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ പദവിക്കൊട്ടും കുറവുമില്ല, മൂസ നബിയുടെ പദവിക്കൊട്ടും കുറവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, അറിവ് സമ്പാദിക്കുക. അപ്പോൾ ഏകനായ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങൾ മടങ്ങുക. യഥാർത്ഥത്തിൽ പറയുന്നതായ യേശു പറഞ്ഞതായ ഈസ പറഞ്ഞതായ യോഹന്നാൻ സുവിശേഷത്തിലെ 17:3 വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ചെല്ലുക. അതിൽ ത്രിത്വം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല സഹോദരന്മാരെ. ത്രിത്വം എന്ന് പറയുന്ന ഒരു വസ്തു വരുന്നില്ല. ഏക സത്യ ദൈവമായ ആ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഏക സത്യ ദൈവമായ അവിടത്തെയും അവിടത്തെ അയച്ചതായ ഈശോ മിശിഹയെയും അറിയുക എന്നതാണ്. അവിടെ ഈശോ മിശിഹയെ വിശ്വസിച്ച് ദൈവമാക്കുക എന്നല്ല, അറിയുക. എന്താണ് അവിടെ നിന്ന് പറഞ്ഞു തന്നത്? യേശുക്രിസ്തു എന്താണ് ലോകത്തോട് സംഭാവന നൽകിയത്? എന്തിനു വേണ്ടി വന്നു? ഈ മാമലകളിലൂടെയും എല്ലാം നടന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാർക്കെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തിനെ കുറിച്ചായിരുന്നു? യഹോവയെ ആരാധിക്കുക, ഏകനായ യഹോവയെ ആരാധിക്കുക. അവനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല. സഹോദരന്മാർ, നിങ്ങളെന്തേ ബൈബിളിലെ ഈ ഏകദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് വിരസത കാണിക്കുന്നു? കാരണം വേറൊന്നുമല്ല, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നതായ ഏകദൈവത്തെ അത് ഫേക്കാണ് എന്ന് വരുത്തി തീർക്കുവാനും അങ്ങനെ ഒരു ആരാധന ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ യേശുവിനെ തന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പോകുകയാണ് എന്ന് ചിന്തിക്കുക വഴി അതിൽ ഉറപ്പിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ഇവരെല്ലാം അവതാര പുരുഷന്മാരാണ്. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നവരാണ്. അവരെയല്ല നമ്മൾ ദൈവമാക്കേണ്ടത്. അവർ പറഞ്ഞത് ആരെയാണോ ആ ദൈവത്തെ, ആ ഈശ്വരനെ, പരബ്രഹ്മത്തെ, ആദ്യത്തെ നമ്മൾ പുരാണങ്ങളിൽ കാണുന്നതായ നിങ്ങൾ വിശ്വസിക്കേണ്ടത് പുരാണങ്ങളിലെ ആ പരബ്രഹ്മത്തെയാണ്. ഞാനങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഓംകാരത്തെ ഉപാസിക്കുക. ആദിയിൽ ഉണ്ടായ ശബ്ദം ഓംകാരമായിരുന്നു. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് എന്നുള്ളത് കണ്ട. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മത്തിന്റെ ആത്മാവ് എന്നുള്ളതായ ആ വിശ്വാസം, അതിലേക്ക് മടങ്ങുന്ന സഹോദരന്മാർ. ബ്രഹ്മത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആ 3 തലയുള്ള ബ്രഹ്മാവിലേക്കല്ല നമ്മുടെ ചിന്ത കൊണ്ടുപോകേണ്ടത്. അതായത് നമുക്ക് കാണാൻ പറ്റാത്തതായ ആ ഒരു ദൈവം, അവൻ ആ ദൈവത്തിലെല്ലാം ഉണ്ട്. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം ഇങ്ങനെ ചേർന്നുണ്ടാക്കി അതിൽ നിന്നെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടതായ ഒന്നല്ല. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഭൂമി അള്ളാന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. ജലം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, വായു ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, അഗ്നി ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, ആകാശം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. തീർച്ചയായും ആ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ 3 തലയുള്ളതായ രൂപമല്ല സഹോദരന്മാരെ. അവിടെയാണ് നമുക്ക് പറ്റുന്നത്, അവിടെയാണ് നമ്മൾ പങ്കു ചേർക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഒന്നിനെയും എന്നിലേക്ക് പങ്കു ചേർക്കരുത്. നിങ്ങൾ എന്നെ നേരിട്ട് വിശ്വസിക്കും, നിങ്ങൾ വിശ്വാസിയാകും. നിങ്ങൾ ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ബുദ്ധനായിക്കൊള്ളട്ടെ, ജൈനനായിക്കൊള്ളട്ടെ, ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ ദാസനായി. അതാണ് ദൈവദാസൻ, അങ്ങനെ ദൈവവിശ്വാസിയായി. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് സഹോദരന്മാരെ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എല്ലാം അവന്റെ സൃഷ്ടിയാണ്. ഈ പഞ്ചഭൂതങ്ങൾ മാത്രമല്ല, എല്ലാം ജീവങ്ങളും ജീവിതങ്ങൾ, മനുഷ്യൻ, അതുപോലെ തന്നെ സൂക്ഷ്മ അണുക്കൾ, എല്ലാ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ എല്ലാം സൃഷ്ടിച്ചത് ഈ പടച്ച തമ്പുരാൻ. അതിൽ മറ്റൊരു ദൈവത്തിന്റെ സഹായം ആ ദൈവത്തിന്, ഏകനായ ദൈവത്തിന്. ഒന്നോട് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ആത്മാവായ ബ്രഹ്മാവ്, രൂപങ്ങളില്ലാത്ത ബ്രഹ്മാവിലേക്ക് നമ്മൾ വിശ്വസിക്കുക. ഇവിടെ സഗുണമായ ആരാധന കൊണ്ടുവന്നത് എന്താണ്? മുനിമാരാണ് ഈ സഗുണ ആരാധന കൊണ്ടുവന്നത്. അതിലേക്ക് ഓരോ രൂപങ്ങൾ കൊടുത്തുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരത്തിലേക്ക് കൊണ്ടുവന്നത് മാമുനിമാരാണ്. സഹോദരന്മാരെ, ദൈവമല്ല, ബ്രഹ്മാവ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അതിനിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആരാണിത്, ബ്രഹ്മാവാണോ വലുത്, ശിവനാണോ വലുത്, വിഷ്ണു ആണോ വലുത് എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും.
ശിവൻ അപ്പോൾ അന്വേഷിച്ച് നടക്കുന്നു. അതൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ കേവലം ഏതാണ് മുനിമാരുടെ സാങ്കല്പികമായ പ്രത്യേകം പറയുന്നുണ്ട്. മുനിമാരിൽ തോന്നുന്ന സ്മൃതി, അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് പറയുന്നുണ്ട് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിലെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പുരാണങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. എന്തൊരു സാധനം മനസ്സിൽ തോന്നിയോ ആ സമയത്തുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യണത്, പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുകയാണ് വേണ്ടത്, ദൈവത്തിൽ നിന്ന് അകലാനല്ല നോക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുവാൻ നമ്മൾ ശ്രമിക്കണം. പടച്ച തമ്പുരാൻ അതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കുക, സൃഷ്ടികളെ നമ്മൾ ആരാധിക്കാതിരിക്കുക. സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കുക, സൃഷ്ടികളെ നമ്മൾ ആരാധിക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. ശ്രുതികൾ, ഞാൻ അതാണ് ശ്രദ്ധിച്ചത്, ശ്രുതികൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ഈ ഒരു 3 കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് മാമുനിമാർ ഓരോ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാചകമായി ഒരു വാചകം പോലും, ഈശ്വരൻ പറഞ്ഞതായി ഒരു കാര്യം പോലും നമുക്ക് ദൈവം പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റില്ല. ഹൈന്ദവ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ മുനിമാർ എഴുതി വച്ചിരിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ സ്മൃതിയും പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ മറന്നു. സ്മൃതിയും ശ്രുതിയും, ശ്രുതി സ്മൃതി, ശ്രുതി, പുരാണങ്ങൾ, പിന്നെ ഐതിഹ്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിതൊക്കെ പഠിക്കണം. ഇതെല്ലാം മനുഷ്യന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടതാണെന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതല്ല, വളരെ വ്യക്തമായി പുരാണങ്ങളും എല്ലാം പറയുന്നുണ്ട്. സ്മൃതി എന്നാൽ എന്താണോ സ്മരിച്ചത് അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. എന്താണോ കേട്ടത് അതാണ് ശ്രുതി. നമ്മൾ പറയാറുണ്ട്, ഒരു ശ്രുതി കേട്ടു. ഒരു ശ്രുതി എന്ന് പറഞ്ഞ വാക്ക് പറയുന്നത് കേട്ടു. സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മരിക്കുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം പഠിച്ച് മനസ്സിലാക്കി നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന ഓരോ വ്യക്തികളുടെ പേരുകൾ, ഓരോ വ്യക്തികളെ കുറിച്ചുള്ള കഥകളാണ് പറയുന്നത്. ദൈവമായിട്ട് എന്ത് ബന്ധമാണെന്നുള്ളത്, എന്താണ് അതിനകത്ത് ബന്ധങ്ങളുള്ളത്, ഒത്തിരി കാര്യങ്ങൾക്ക് പഠിക്കാനുണ്ട് സഹോദരന്മാരെ. അപ്പോൾ അതിലേക്ക് അത് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നെറ്റിൽ പരുതി കഴിഞ്ഞാൽ, നമുക്കിവിടെ സമയമില്ല, നെറ്റിൽ പരുതി കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. എല്ലാം അറിവ് സമ്പാദിക്കൽ ഓരോ മനുഷ്യനും ആവശ്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സാന്ദർഭോചിതമായി പറയുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാചകം ഞാൻ വായിച്ചതാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിഖ്യാതി പൂണ്ട ധർവമോ, പരമേശ പുത്ര പവിത്രനോ, കരുണാവാൻ മണിമുക്തി രത്നമോ. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അതെന്താക്കി, അത് മാറ്റി 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 ശ്രീരാമനെ ആക്കി. അതെന്താ അങ്ങനെ, അത് വിശദീകരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രവാചകന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം പറഞ്ഞതാ. അത് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം നടത്തി അത് നമ്മന്റെ ആൾക്കാരാക്കാൻ വേണ്ടി ഇപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിഖ്യാതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പുത്ര പവിത്രനോ, കാരുണ്യവാൻ മണിമുക്തി രത്നമോ. ആ ഒരു വചനം അവിടെ എടുത്ത് കളഞ്ഞു. കാരുണ്യവാൻ മണി മുക്തി രത്നമോ, കാരുണ്യവാനായ കരുണയുടെ നിറകുടമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അതായത് ദൈവം ഒരു പുരുഷന്റെ രൂപത്തിൽ വന്നവനാണോ എന്ന് സംശയിക്കുകയാണ്. അല്ല, വന്നു എന്നല്ല, മനുഷ്യന്റെ രൂപത്തിലേക്ക് അവതരിച്ചതായ ഒരു ഇത് മറ്റൊരു അവതാര പുരുഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കൃഷ്ണനും അതുപോലെ തന്നെ ശ്രീരാമനും ഇവര് ദശാവതാരത്തിൽപ്പെട്ടതായ കാര്യങ്ങൾ എല്ലാവർക്കും അതല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, അത് പേരെടുത്ത് പറയുന്നുണ്ട്. ഇത് നരദിഖ്യാതി പൂണ്ട ധർമ്മമോ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ദൈവമായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നതാണോ, അതുപോലെ തന്നെ നല്ല ധർമ്മം, നരന്റെ ദിഖ്യാതി മനുഷ്യൻ അതും നരനാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ്.
പൂണ്ടി ധർമ്മമോ, ധർമ്മത്തിന്റെ കാര്യങ്ങളാണ്. പരമേശ്വര പുത്ര പവിത്രനോ, അതുപോലെ തന്നെ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ പുത്രനാണോ, കാരുണ്യവാൻ മണി മുത്തുരത്നമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം അത് മറ്റു രീതിയിൽ വൽക്കരിക്കുവാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാലോ. ഒരാളിങ്ങനെ പറയണമെങ്കിൽ ഇത് ഞാൻ സാന്ദർഭോചിതമായി പറഞ്ഞതാണ്. അപ്പോൾ യേശുവാണോ യഥാർത്ഥ ദൈവം? മറ്റ് 330 കോടി ദൈവങ്ങളാണോ യഥാർത്ഥ ദൈവം? അതല്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഏകനായ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ ഒരൊറ്റ ചെറിയ സൂറത്തിൽ അതുപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ച് കൂടുതലായിട്ട് അല്ലാഹു ഖലഖസ് സമാവാതി വൽ അർള വജഅല അൽ-ളുലുമാതി വൻ-നൂർ ഉമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദലു. ഇരുട്ടും വെളിച്ചവും സൃഷ്ടിച്ചവൻ, ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഇതിനെല്ലാം കുറിച്ച് പ്രതിപാദിക്കുന്ന, അതിലൊന്നും പങ്കുചേരാത്ത കുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ ഒരുവനാണ്. ഹുവല്ലാഹു അഹദ്, ഇലാഹായ തമ്പുരാൻ, സർവേശ്വരൻ, ഇലാഹ് എന്ന് പറയുന്നവൻ, സുഷ്ടാവെന്ന് പറയുന്നവൻ ഏകനാണ്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്. സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ഒരു വാചകം അവിടെ വന്നിട്ടുണ്ട്. സ്വയം പര്യാപ്തനാണ്, എല്ലാത്തിലും അവൻ സ്വയമായി പര്യാപ്തനാണ്. അവന് മറ്റൊരു വസ്തുവിനെ ആശ്രയിക്കേണ്ടതായ അവസ്ഥ അവനില്ല. ഒരിക്കലും ആശ്രയിക്കാൻ താല്പര്യവുമില്ല, ഒരിക്കലും ആശ്രയിക്കുകയുമില്ല. എന്നാൽ തന്നെ എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരുമാണ്. സ്വമദ് എല്ലാവർക്കും അറിയാം, സ്വയം പര്യാപ്തൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിക്കുന്നവനല്ല, പ്രസവിക്കപ്പെട്ടവനുമല്ല. ഇത് പ്രസവിക്കുന്നത ഒരു കുട്ടി ഉണ്ടാകുകയോ വിവാഹം കഴിക്കുകയോ ഇനി പ്രസവിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരിക ഒരു രീതിയിലുള്ള പെണ്ണുങ്ങളോ അങ്ങനെ പ്രസവിക്കുന്നവനോ പ്രസവിക്കപ്പെടുന്നവനോ ഉള്ള ഒരാളല്ല. ലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ, അവന് തുല്യമായി ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുപോലെ കുൻ ഫയകൂൻ പരിശുദ്ധ ഖുർആനിൽ പറയാം. അള്ളാഹു എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഉണ്ടാകാൻ പറഞ്ഞാൽ അത് ഉണ്ടാകുക മാത്രമേ ചെയ്യുള്ളൂ, അത് ആ സമയത്തുണ്ടാകും. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ തന്നെ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ബൈബിളിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവൻ ഒരു സാധനത്തിനോട് ഉണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാകാൻ. അവിടെ ദൈവം 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 എന്നുള്ളതായ യഹോവ 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 എന്നുള്ളതായ പ്രവർത്തനം ആ വാക്കുകൾ എത്രയധികം വന്നു. പക്ഷെ ആ വാക്കിനെ ഇവർ വില കൽപ്പിക്കാതെ മിശിഹയിലേക്ക് പോകുകയാണ്. മിശിഹയാണ് എല്ലാത്തിന്റെയും നിത്യജീവൻ എന്ന ഉദ്ദേശത്തിൽ ആ നിത്യജീവന്റെ ആദ്യം പറഞ്ഞതായ ആ ഒരു ഏകസത്യമായ ദൈവത്തെയും ആ ഒരു സംഭവം കൂടി ഈശോ പറഞ്ഞതായ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നതായ ഏകസത്യ ദൈവമായ അവിടത്തെയും അവിടുത്തെ അവൻ അയച്ചതായ മിശിഹായെയും അറിയുക വഴി നിത്യജീവൻ നിങ്ങളിൽ ഉണ്ടാകും. അറിയുക എന്ന് പറഞ്ഞാൽ അവനെ ദൈവമായി അറിയുക എന്നല്ല. അങ്ങനെ ദൈവമായി അറിഞ്ഞാൽ അവൻ ദൈവത്തിലേക്ക് പങ്കു ചേർക്കുന്നവനായി. അപ്പോൾ അല്ലെങ്കിൽ ഏകസത്യ ദൈവമായ ദൈവത്തെ അറിയുക എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെ മാത്രം അറിഞ്ഞാൽ മതി, ഞാനാണ് അവതാരമായി വന്ന ദൈവം എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ അവിടെ ഈശോ പറഞ്ഞതായ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നതായ ഏകസത്യ ദൈവമായ അവിടത്തെയും ഏകസത്യ ദൈവം. അപ്പോൾ അവിടെ ഏകൻ എന്നുള്ളൊരു പദം വരുന്നുണ്ട് സഹോദരന്മാരെ. നിങ്ങൾ അവിടെ ദൈവം എന്ന് പറയുന്ന ഒരു പദവും ഏകൻ എന്നുള്ളൊരു പദവും എടുത്തുച്ചരിക്കുന്നുണ്ട്. പക്ഷെ ആ ഏകൻ എന്നുള്ളതും ദൈവത്തെയും തട്ടിക്കളയുകയാണ്. അവിടെ ദൈവം എന്നുള്ള ആ കൺസെപ്റ്റ് വരുന്നത് ആ ദൈവത്തിലേക്ക് മാത്രമാണ്. എന്നെ അയച്ചവനാണ്, ഞാൻ വന്നവനാണ്, അപ്പോൾ എന്നെ ആ ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് എന്നതും കൂടി നമ്മൾ വിശ്വസിക്കുക. അയക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ മത്തായി സുവിശേഷത്തിൽ കാണുന്ന എനിക്ക് ശേഷം വന്ന ഒരാളുണ്ട്, അവന്റെ ചെരുപ്പെടുക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ യോഹന്നാനെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ യേശുവിന് മുമ്പ് യോഹന്നാൻ വന്നുപോയി. യഹിയാ നബിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന് അവർ പറയുമ്പോൾ ഈസ നബിക്ക് മുമ്പ് വന്നുപോയി. പിന്നെ ഈസ നബിക്ക് ശേഷം വന്നത് ആരാണ്? മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല സഹോദര, വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ആരും ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. വേറെ വന്നതായിട്ട് ഈസ നബിക്ക് ശേഷം വന്നൊരു പ്രവാചകനെ ബൈബിളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ആ ബൈബിള് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടതാണ്.
നേരെ മറിച്ച് ഇഞ്ചീലിൽ, സുരിയാനി ഭാഷയായ ഇഞ്ചീലിൽ ഈസ നബി അലൈഹിസ്സലാമിന് ശേഷം വരുമെന്നും അവനെ നിങ്ങൾ അനുധാപനം ചെയ്യണമെന്നും ഇഞ്ചീലിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, തൗറാത്തിലുമുണ്ട്. പക്ഷേ ഈ ഈസ നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന പ്രവാചകൻ യോഹന്നാൻ അല്ല എന്ന് വളരെ വ്യക്തമാണ്. അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈസയ്ക്ക് ശേഷം ബൈബിളിൽ ഒരു പ്രവാചകനും വന്നതായി നമുക്ക് കാണാൻ പറ്റില്ല. ഈ എന്നെ അയച്ച, അതായത് എനിക്ക് ശേഷം വരാനിരിക്കുന്നവന്റെ ചെരുപ്പെടുക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഈസ നബി യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് എന്ന് യാതൊരു രീതിയിൽ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി. ഈസ നബിയെ സ്നേഹിച്ചോളൂ. ഈ സ്നേഹിച്ചില്ലെങ്കിൽ അവനൊരു വിശ്വാസിയല്ല. ഈസ നബിയെ ഹൃദയത്തിനുള്ളിൽ സ്നേഹിച്ചോളൂ. എങ്ങനെ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുമായി ഒറ്റപ്പെട്ട് കിടന്ന ഇസ്രായേൽ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ അവിടെ ഇവിടെ അലഞ്ഞു നടന്ന കുഞ്ഞാടുകളെ ഒരു നേതൃത്വത്തിന്റെ കീഴിലാക്കിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് ഏകനായ യഹോവയിലേക്ക് നിങ്ങൾ വരുവിൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന ആ ഒരു ഈസയായി നിങ്ങൾ വിശ്വസിച്ചാൽ, അതിനുശേഷം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചാൽ ഒരു നിത്യജീവൻ, ഈ പറയപ്പെട്ട യോഹന്നാൻ പറഞ്ഞതായ നിത്യജീവന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതാണ് യഥാർത്ഥം. അതാണ് യഥാർത്ഥം. അതാണ് സഹോദരന്മാരെ യഥാർത്ഥം. അല്ലാതെ നമ്മുടെ തോന്നലുകൾ വെറുതെ നമ്മളങ്ങ് തോന്നി നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇനി ഇതല്ല എന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾ തർക്കിക്കേണ്ട യാതൊരു സംശയവുമില്ല. ഓരോ വചനങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ സംശയാസ്പദമായ രീതിയിലുള്ള വചനങ്ങളാണ് ബൈബിളിലുള്ളത്. അതിനെക്കുറിച്ച് ഇരുന്ന് അഗാധമായി ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെതായ തെറ്റുകൾ അത് മനസ്സിലാക്കാൻ പറ്റുമുള്ളൂ. ഏതെങ്കിലും ഒരു രീതിയിൽ ചുമ്മാ ഒരു ഫിലിം കാണുന്നത് പോലെ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ പോകുന്നത് പോലെ പോയിട്ട് കാര്യമില്ല. ഓരോ വചനങ്ങളെയും എടുത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മിശിഹ എന്ന് പറയുന്നത് എത്ര, യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര രീതിയിലുള്ള സങ്കല്പങ്ങളാണ്. ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, അത് മണവാളൻ, അതുപോലെ ഇസ്രായേലിന്റെ രാജാവ്, ദൈവത്തിന്റെ ആത്മാവ്. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആത്മാവ്. നമുക്കത് അംഗീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഊതിയതാണ് ആദം. ഏറ്റവും ആദ്യത്തെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ആദമിലാണ് വരേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ആദ്യം ഊതിയത് ആദമിലാണ്. ആദം ദൈവത്തിന്റെ ആത്മാവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവാണ്. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് തന്നെയാണ്. കാരണം ദൈവത്തിന്റെ ജീവനിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ മനുഷ്യരൂപത്തിൽ ദൈവത്തിന്റെ കോലത്തിൽ അവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ബൈബിളിലെ സുവിശേഷത്തിൽ കാണുന്നത് തെറ്റാണ് സഹോദരന്മാർ. തെറ്റാണ്. എന്റെ രൂപത്തിലും എന്റെ ഭാവത്തിലും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു മൃഗങ്ങളെ സൃഷ്ടിച്ചത് അത് കോലത്തിലാക്കിക്കൂടായിരുന്നു? ഈ ഭീമാകാരനായ ഡിനോസറുകളെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ദൈവത്തിന്റെ കോലത്തിലാക്കാൻ പാടില്ലായിരുന്നു? ഒരു പെൻസിൽ പോലെയുള്ള മനുഷ്യന്റെ കോലത്തിലാണോ? ബുദ്ധി വേണം, ബുദ്ധി. ചിന്തിക്കുക. ഡിനോസറിനെ പോലെ, നീലത്തിമിംഗലത്തെ പോലെ ആയിരക്കണക്കിന് ടൺ കണക്കിന് ആഹാരം തിന്നുന്നതായ ഒരു വലിയ ജീവിയെ പോലെ എന്താ ദൈവത്തിന് സൃഷ്ടിക്കാൻ പാടില്ല? എന്റെ കോലം അതാക്കാൻ പാടില്ലായിരുന്നു? ഡിനോസറുകൾ, മനുഷ്യൻ അവന്റെ കോലത്തിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന കൊള്ളുകായ്മകൾ മുഴുവൻ, വ്യഭിചാരം, കൊലപാതകം, മോഷണം, പിടിച്ചുപറി, എല്ലാം ഇത് ദൈവത്തിന്റെ കോലത്തിൽ. അപ്പൊ ദൈവം കള്ളനാണ്? ദൈവം പിടിച്ചുപറിക്കുന്നവനാണ്? ദൈവത്തിന്റെ കോലത്തിലോ ഭാവത്തിലോ രൂപത്തിലോ ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനിൽ ഊതി എന്നുള്ളത് കറക്റ്റാണ്. അതാണ് ആദം അലൈഹിസ്സലാം. അതുപോലെ തന്നെ മറ്റൊരു പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് ഊതിയത് എടുത്തു പറയപ്പെട്ടത് ഏതാണ്? മറിയം ബീവിയിലാണ്. മനുഷ്യന്റെ ആത്മാവ് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. നിങ്ങൾ ഈ ഭൂമിയിലോ ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ നിങ്ങൾ പുറത്തു പോകൂ എന്ന് ഉദ്ദേശിച്ചത് വരാനിരിക്കുന്ന സമുദായങ്ങൾ മുഴുവൻ ഭൂമിയിലേക്കാണ് എന്നുള്ളതാണ്. അല്ലാതെ ആദമിനെയും ഔവ്വയും നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങും, നിങ്ങളുടെ സമൂഹം ഇവിടെ നിന്ന് പുറത്തിറങ്ങും എന്ന് പറഞ്ഞാൽ ആദം ഔവ്വയും മാത്രമല്ല, അതിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന സന്താന പരമ്പര മുഴുവനുമാണ്. അതുകൊണ്ട് അവരെല്ലാം ഭൂമിയിലേക്ക് നിങ്ങൾ വിതറി നടന്നുകൊള്ളുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും നിങ്ങൾ ശങ്കിച്ചു നിൽക്കാതെ ഏകനായ പടച്ച തമ്പുരാനിലേക്ക് അടിയുറച്ച് ഏകനായ പരബ്രഹ്മത്തെ, ഏകനായ നിത്യജീവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അയച്ച പ്രവാചകന്മാരെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിജയിച്ചു. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു ശിർക്കല്ലാത്ത എല്ലാവരെയും, സ്വന്തം ദൈവത്തെ, ഈ ദൈവത്തെ മറ്റൊന്നിലേക്ക് പങ്കുവെച്ച് ആരാധിച്ചവരൊഴിച്ച് ബാക്കി എത്ര തെറ്റ് ചെയ്താലും പശ്ചാത്താപത്തിലൂടെ
ദൈവത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുകയും അവൻ ദൈവത്തിന്റെ അടുത്ത ആളാകുകയും സ്വർഗം അവനെ വാജിബാകുകയും നിർബന്ധമാകുകയും ചെയ്യും. പക്ഷേ ഏതൊരു മനുഷ്യൻ തന്റെ ദൈവത്തെ മറ്റൊന്നിലേക്ക് പങ്കുചേർത്ത് ആരാധിക്കുന്നുവോ, ശിർക്ക് ചെയ്യുന്നുവോ, ബഹുദൈവ ആരാധന നടത്തുന്നുവോ, വിഗ്രഹാരാധന നടത്തുന്നുവോ, ദൈവൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തിച്ച് നടക്കുന്നുവോ, അവൻ കാലാകാലം കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. എന്തിനാണ് ഈ നന്മകളെല്ലാം പറഞ്ഞത്? അന്ന് പിന്നെ എല്ലാവരും സ്വർഗത്തിലിടാൻ പോയല്ലോ. അപ്പോൾ അള്ളാഹു നന്മ പ്രവർത്തിക്കുവാനും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഞാൻ നിങ്ങൾക്ക് ജനനവും മരണവും തന്ന് ഭൂമി ലോകത്തിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നതും നല്ല പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടരുത് സഹോദരന്മാരെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി ഏകനായ പടച്ച തമ്പുരാനിലേക്ക് മടങ്ങുക. അവൻ ചിലപ്പോൾ നമുക്ക് സൗഭാഗ്യം നൽകിയേക്കാം, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും തരുന്നത്, ചിലപ്പോൾ നമുക്ക് സമ്പത്ത് തരുന്നില്ല, ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും. എല്ലാം പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ അതിജീവിക്കുവാൻ നാം ശ്രമിക്കണം. വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് താങ്ങുവാനുള്ള കഴിവില്ല, കരുത്തില്ല. ചില പരീക്ഷണങ്ങൾ തന്നു കഴിഞ്ഞാൽ അത്രയധികം മനുഷ്യന്റെ ഹൃദയം വളരെ തേങ്ങലുകളാണ്. മനുഷ്യന്റെ രൂപത്തിലും പാപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ വിഷമങ്ങൾ വരുന്നത് മനുഷ്യനല്ലേ? ദൈവത്തിന് എവിടെ നിന്ന് വിഷമം? ഒരു സങ്കടം വരാൻ ദൈവത്തിന് പറ്റുമോ? പിന്നെ മനുഷ്യന്റെ കോലത്തിലും രൂപത്തിലൊക്കെ നിശ്ചയിച്ചു കരയുന്നു, സങ്കടപ്പെടുന്നു, ഭയങ്കരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതൊന്നുമല്ല. അവിടെ ദൈവമായിട്ട് യാതൊരു കോലത്തിലും ഭാവത്തിലും വരുന്നില്ല സഹോദരന്മാരെ. തലച്ചോറുള്ളവൻ ഇനിയും ചിന്തിക്കുക. ചുമ്മാ രൂപത്തിലും ഭാവത്തിലും വിശ്വസിച്ചാൽ മാത്രം പോരാ. ഞാൻ ഈശോയിൽ വിശ്വസിച്ചാൽ മറ്റൊരു ഈശോയാകും എന്നൊന്ന് വിശ്വസിച്ചാൽ പോരാ. ഈശോയാകാൻ പറ്റുമോ എന്നും കൂടി ചിന്തിക്കണം. ഒരിക്കലും ആകില്ല സഹോദര, ഒരിക്കലും ആകില്ല. നിങ്ങൾ എത്രയധികം പ്രാർത്ഥിച്ചാലും, എത്ര 10,000 ബൈബിൾ പുസ്തകങ്ങൾ വായിച്ചാലും ഈശോയെ പോലെ ആകുവാൻ, അതായത് മസീഹിനെ പോലെയാകുവാൻ ഒരു കുഞ്ഞിനും സാധിക്കില്ല സഹോദരന്മാരെ. അതിനുവേണ്ടി ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങിയിരിക്കുകയാണ്. ചുമ്മാ പച്ച നുണയല്ലേ പറയുന്നത്, ടേപ്പ് റെക്കോർഡ്. അത് ഏതോ ഒരു മനുഷ്യന്റെ വോയിസ്. അത് പണ്ട് നമ്മൾ അശരീരിയൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബാസൊക്കെ കൊടുത്തു. ഇതൊന്നുമില്ല കേട്ടോ. ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ഇച്ചിരി ബാസൊക്കെ ആയിട്ട് ചെക്കോയൊക്കെ ഇട്ടുകൊണ്ട് പറയും. അതിപ്പോ തോന്നാൻ വേണ്ടിയാണ്. ഇത് പിന്നെ മൂപ്പലാൻ പഴയ സാധാരണ സ്വഭാവത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിനക്ക് അവതരിച്ചു. എന്നിട്ട് പ്രവാചകനാണെന്നാ മൂപ്പര് പറയുന്നത്. പ്രവാചക ശൃംഖല തീർന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ഇവിടെ പ്രവാചക ചര്യയ്ക്ക് സമാപനം കുറിച്ചു. ഏറ്റവും അവസാനത്തെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ, മൂസ പറഞ്ഞ, തൗറാത്തിലും ഇൻജീലിലും പറഞ്ഞ, അവിടുന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇവിടെ ലോകത്ത് പ്രവാചക ചര്യയ്ക്ക് അവസാനം കുറിച്ചു. ഇനി ഒരു പ്രവാചകൻ വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അവസാന നാളിൽ വരും. എനിക്ക് ശേഷം വേറൊരാൾ വരാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി ഞാൻ തന്നെ വരുമെന്ന് പറഞ്ഞാൽ പിന്നെ രസമായിരുന്നു. ഞാൻ തന്നെ വീണ്ടും അവതരിച്ച് വരും കേട്ടോ. അതുകൊണ്ട് അവന്റെ ചെരുപ്പെടുക്കാൻ എനിക്ക് യോഗ്യതയില്ല, ചെരുപ്പ് തെടുക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ മത്തായി സുവിശേഷത്തിലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. കാരണം യോഹന്നാൻ സ്നാനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആരെ? യേശുവിന്. പിന്നെ യോഹന്നാൻ ആകുന്നത് എങ്ങനെയാ? പിന്നെ ആരാണ്? പിന്നെ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിലെല്ലാം കാണാം ഇതൊക്കെ. അപ്പോൾ അത് വേറെ ആരുമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചിലർക്ക്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് സാത്താനാണ്. ആ സത്താനെ വിലങ്ങിനിട്ടിട്ട് ദൈവം അയച്ച പ്രവാചകനാണല്ലോ ലോകത്തിന് വളരെയധികം ആളുകൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ നെറുകയിൽ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകന്റെ ആ ഖബർസ്ഥാനം, ഈസാ നബിയുടെ ഖബർ എവിടെ? കാരണം ഈസാ നബി മരിച്ചിട്ടില്ല. യോഹന്നാൻ എന്ന് പറയുന്ന യോഹന്നാന്റെ ഖബർ എവിടെ? എന്നാൽ യഹിയാ നബിയുടെ ഖബറുണ്ട്, അത് യഹിയയാണ്. ജോസഫിന്റെ ഖബർ എവിടെ? എന്നാൽ യൂസുഫിന്റെ ഖബറുണ്ട്. എബ്രഹാമിന്റെ ഖബർ എവിടെ? എന്നാൽ ഇബ്രാഹിമിന്റെ ഖബറുണ്ട്. യാക്കോബിന്റെ ഖബർ എവിടെ? എന്നാൽ യാക്കോബിന്റെ ഖബറുണ്ട്.
സോളമന്റെ ഖബർ എവിടെ? എന്നാ സുലൈമാന്റെ ഖബറുണ്ട്. ആദം നബി എവിടെ? ആദമിന്റെ ഖബർ എവിടെ? ആദം എന്നുള്ളതിന്റെ പേര് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഹവ്വാന്റെ ഖബർ എവിടെ? എന്നാൽ അത് ഖബറുണ്ട്. ബാക്കിയെല്ലാം വ്യത്യസ്തമായ പേരുകളിലൂടെ. നോഹയുടെ ഖബർ എവിടെ? എന്നാൽ നോഹിന്റെ ഖബറുണ്ട്. അയ്യൂബിന്റെ ഖബർ എവിടെ? അയ്യൂബ് തന്നെ. സക്കരിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഖബർ എവിടെ? സക്കരിയ നബിയുടെ ഖബറുണ്ട്. സക്കരിയാവ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതെല്ലാം എല്ലാ പ്രവാചകന്മാരും ആരാധിക്കപ്പെടുന്ന ഖബറുകൾ മുസ്ലിമിന്റെ അധീനയിലാണ്. അപ്പൊ ഇവരെല്ലാം ക്രിസ്ത്യാനി ആയിരുന്നു, ഇവരെല്ലാം ജൂതനായിരുന്നു. ഒരു ജൂതനും ഒരു പ്രവാചകന്റെ ഖബർ ആരാധിക്കുന്നില്ല. പിന്നെ എവിടെയാണ് മുസ്ലിമും ജൂതനും ക്രിസ്ത്യാനിയും ആരാധിക്കുന്ന ഖബറുള്ളത്? മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ ഖബറിനോട് യോജിച്ച് ബൈത്തുൽ ലഹമിലെ ബൈത്തുൽ ലഹം, ആ പശുത്തൊഴുത്ത്, ആ പശുവിന്റെ തൊഴുത്തിൽ ജനിച്ച, കാലിത്തൊഴുത്തിൽ ജനിച്ച ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ബൈത്തുൽ ലഹം എന്ന് പറയുന്നതായ പ്രത്യേക സ്ഥലമാണത്. ബൈത്തുൽ ലഹം, അതാണ് ബദ്ലഹം എന്നായത്. അത് ഈസ നബി അലൈഹിസ്സലാമും മറിയമും റളിയല്ലാഹു അൻഹ മാറി താമസിച്ച സ്ഥലമാണ് ബൈത്തുൽ ലഹം. അതാണ് ബത്ലഹേം എന്ന് പറയുന്നത്. അത് പിന്നീട് എന്ത് ചെയ്താണ്? പുരാതനവൽക്കരിച്ചുകൊണ്ടാണ് ബത്ലഹേം എന്ന് പറയുന്നത്. ബൈത്തുൽ ലഹം എന്നാണ് അതിന്റെ പേര്. വീടുന്ന ബൈത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് 3 പേരും ആരാധിക്കുകയാണ്. അപ്പോഴും അവിടെ സംശയമാണ്. 3 പേർക്ക് അതായത് ആരാധിക്കാന്ന് പറഞ്ഞാൽ സന്ദർശിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. എന്നാലും അതിന്റെ ആധിപത്യം എന്നും ഇസ്രായേൽ സമൂഹത്തിന്റെ കയ്യിലാണ്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കുറെയൊക്കെ മാറ്റം വരുത്തി പിന്നീട് നിർമ്മിക്കപ്പെട്ട കുറെ ചർച്ചുകൾ, കാരണം ജനങ്ങൾക്ക് കാശുണ്ടാക്കാനും വേണ്ടിയായിട്ട് മറിയമിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് അതെല്ലാം ക്രിയേഷൻ ചെയ്തതാണ്. എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നതായ ആ ബലി കൊടുക്കാൻ വെച്ച കല്ലുകളും ഇതെല്ലാം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് സഹോദരന്മാരെ. നമുക്ക് വ്യക്തമായി അറിയാമത്. അത് അതിൽ തന്നെ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു, പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ്, പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണെന്ന് അതിന്റെ ഡോക്യുമെന്ററി നടത്തുന്ന ഓരോരുത്തരും പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈസ നബി അലൈഹിസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം. എന്തായാലും ഈസ നബി അലൈഹിസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു, അത് തീർച്ചയായും ശരിയായ കാര്യമാണ്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ടാണ് ക്രോസിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ കുറെ താഴ്വരകളെ കുറിച്ച് പറയുന്നുണ്ട്. ഗോഗൽത്ത മല അതിലൂടെ വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതായ അതൊക്കെ വെറും ഭാവനകളിലൂടെ മാത്രം. ഒരിക്കലും അതൊക്കെ നിർമ്മിതിയാണ്. ഈസ നബി അലൈഹിസ്സലാമിനെ അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല, ഈസ നബി അവർക്ക് വധിക്കാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനു പറയുന്നു? വരും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർക്ക് സ്വന്തം പിതാവിനെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും തിരിച്ചറിയുന്നത് പോലെ വേദഗ്രന്ഥത്തെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ പോകുന്നവരെ ഹിദായത്തിലേക്ക് ആക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും. ഇനി അള്ളാഹു ഉദ്ദേശത്തിലേക്ക് ആക്കിയിട്ടില്ല എങ്കിൽ, ഹിദായത്ത് നൽകുവാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ആ ഹിദായത്തിൽ നിന്ന് മാറ്റുവാൻ എനിക്കോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ പ്രവാചകന്മാർക്കോ ആർക്കും സാധിക്കില്ല. ഈസ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത ആ ഇസ്രായേൽ സമൂഹത്തിൽ വിരലിനാകുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈസ നബി അലൈഹിസ്സലാമെ ധിക്കരിക്കുകയാണ് ചെയ്തത്. ആ വിശ്വസിച്ചവരിൽ തന്നെ ഈസ നബിയോട് യഥാർത്ഥമായ സ്നേഹമില്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട യോഹന്നാനോ മത്തായിയോ ഇവരൊന്നുമല്ല യഥാർത്ഥത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ. ഇവരൊന്നുമല്ല. യോഹന്നാൻ സുവിശേഷം എത്രയോ നാളുകൾ ബൈബിളായി എഴുതി കുറെ കഴിഞ്ഞതിന് ശേഷം യോഹന്നാൻ സുവിശേഷം വന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ നിലപാടിലൂടെയാണ് ബൈബിളിൽ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹോദരന്മാരെ. എന്നാൽ പരിശുദ്ധ ഖുർആൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയിലൂടെ, ദിവ്യ സന്ദേശത്തിലൂടെ എഴുതപ്പെട്ട വചനങ്ങളാണ്. അതാണ് ദൈവത്തിന്റെ വചനങ്ങൾ. ആ വചനങ്ങൾ ഇഞ്ചീലിലുമുണ്ട്, തൗറാത്തിലുമുണ്ട്, സബൂറിലുമുണ്ട്. ഈ വചനങ്ങൾ ഇഞ്ചീലിലുമുണ്ട്, തൗറാത്തിലുമുണ്ട്, സബൂറിലുമുണ്ട്. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇഞ്ചീലിലുമുണ്ട്, തൗറാത്തിലുമുണ്ട്, സബൂറിലുമുണ്ട്. കാരണം نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان.
സത്യ അസത്യങ്ങളെ വേർതിരിച്ച് പറയത്തക്ക രീതിയിലുള്ള പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് ഇഞ്ചീൽ, തൗറാത്ത് എന്നിവയിലൂടെ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സംശയത്തിന്റെ നിഴലിലൂടെ മുന്നോട്ട് പോയി നിങ്ങൾ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി. നാളെ കത്തിച്ചിടിക്കുന്നതായ നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് മടങ്ങുവിൻ. ആ നരകത്തിലേക്ക് ആപതിക്കാതിരിക്കുവാൻ വിശ്വാസം ഏകനായ പടച്ച തമ്പുരാൻ, ഏകനായ പരബ്രഹ്മം, ഏകനായ യഹോവ, സത്യനിത്യനായ ഏകനായ ദൈവത്തിലേക്ക് മടങ്ങുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സഹോദരി സഹോദരന്മാർക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനെ മനസ്സിലാക്കി, തന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കി, സത്യദൈവത്തെ മനസ്സിലാക്കി ഏകനായ ആ ദൈവത്തിലേക്ക് ചെല്ലുവാനും മറ്റ് പ്രവാചകന്മാരെയും ഈസയെ അയച്ചതെന്തിനാണെന്നും മുഹമ്മദിനെയും സക്കരിയായും എല്ലാവരെയും അയച്ചതെന്തിനാണെന്നും മനസ്സിലാക്കി അവരെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അവരുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു ഹിദായത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഉപദേശം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.